കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് ഭൂമി വിട്ടു നൽകേണ്ടതില്ലെന്ന പ്രദേശവാസികളുടെ തീരുമാനം. സർക്കാരുമായുള്ള ചർച്ചകൾക്ക് പിന്നാലെ ഇരകളുടെ പ്രത്യേക യോഗം ചേർന്നാണ് സമരസമിതി നിലപാട് കടുപ്പിച്ചത്. വിമാനത്താവളത്തിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി വികസനത്തിന് ഉപയോഗിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. വിമാനത്താവള വികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ നടപടികളെ എന്ത് വില കൊടുത്തും ചെറുക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. എയർപോർട്ട് അതോറിറ്റി നൽകിയ രൂപരേഖ അംഗീകരിച്ചാൽ കൂട്ടമായുള്ള കുടിയൊഴിപ്പിക്കലിനാകും കളമൊരുങ്ങുക. 700 വീടുകൾ നഷ്ടപ്പെടുമെന്നാണ് സമരസമിതിയുടെ കണക്കുകൾ. റൺവേയുടെ കിഴക്ക് ഭാഗത്ത് ഒഴിഞ്ഞുകിടക്കുന്ന 65 ഏക്കർ ഭൂമി വികസനത്തിന് ഏറ്റെടുക്കണം. കൂടുതൽ കണക്ഷൻ ഫ്ലൈറ്റുകളുടെ സേവനം ലഭ്യമാക്കണം. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്ന സാഹചര്യത്തിൽ കുടിയൊഴിപ്പിച്ചുള്ള വിമാനത്താവള വികസനം അനാവശ്യമാണെന്നാണ് സമരസമിതിയുടെ നിലപാട്. നമുക്ക് ബോംബെ എയർപോർട്ടിന്റെ റൺവേയുടെ ലെങ്ത് തന്നെ 9500 അടി, അത് അതിനേക്കാൾ 50 അടി ജാസ്തിയത്. പിന്നെ ടേബിൾ ടോപ്പാണ്, ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അവരടുത്തുള്ള ഒരു 65 ഏക്കർ ഉണ്ട് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാമാന്യമായി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള സൗകര്യമുള്ള എയർപോർട്ടാക്കി ഇത് വർദ്ധിപ്പിക്കാം. അന്താരാഷ്ട്ര നിലവാരമുള്ള ടെർമിനലിനും റൺവേ നവീകരണത്തിനുമായി 485 ഏക്കർ ഭൂമിയാണ് ആവശ്യമുള്ളത്. സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്കായി സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച് സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് നിലപാട് കടുപ്പിച്ച് സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. ഷെഫീഖ് തച്ചുപറമ്പൻ, റിപ്പോർട്ടർ, മലപ്പുറം.